എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയെ 28 റൺസിന് തകർത്ത ഇംഗ്ലണ്ട് 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ 1-0 മുന്നിലെത്തി. ഇനി എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് വിശാഖപട്ടണത്ത് വെച്ച് നടക്കുന്ന രണ്ടാം ടെസ്റ്റ് മത്സരത്തിനായാണ്. രണ്ടാം ടെസ്റ്റ് ഫെബ്രുവരി 2-ന് ആരംഭിക്കും. രണ്ടാം മത്സരം ആരംഭിക്കാനിരിക്കെ വമ്പൻ തിരിച്ചടികളാണ് ഇന്ത്യ നേരിടുന്നത്. ആദ്യ മത്സരത്തിൽ പരിക്ക് മൂലം ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും മധ്യനിര ബാറ്റ്സ്മാൻ KL രാഹുലും പുറത്തായിരുന്നു. അതുകൊണ്ട് ഇത് ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെ അവരുടെ പ്ലേയിംഗ് 11-ൽ ചില മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. ഇരുവർക്കും പകരം 3 താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ പ്ലേയിംഗ് 11 നമുക്ക് ഒന്ന് പരിശോധിക്കാം. യശസ്വി ജയ്സ്വാളിനൊപ്പം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ചേർന്ന് മത്സരം ഓപ്പൺ ചെയ്യും. 3-ാം നമ്പർ ബാറ്റർ ശുഭ്മൻ ഗിൽ തുടരും. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതുവരെ താരത്തിന് തന്റെ കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പരിമിത ഓവർ ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ സമാനമായ പ്രകടനം ആവർത്തിക്കുന്നതിൽ ശുഭ്മൻ ഗില്ലിന് കഴിയുന്നില്ല. രണ്ടാം ടെസ്റ്റിൽ KL രാഹുൽ പുറത്തായതോടെ ഇംഗ്ലണ്ടിനെതിരായ വിശാഖപട്ടണം ടെസ്റ്റിൽ ശ്രേയസ് അയ്യർ ആയിരിക്കും ഇന്ത്യയുടെ 4-ാം നമ്പർ ബാറ്റർ. 5-ാമതായി സർഫറാസ് ഖാൻ എത്തും. ഇന്ത്യയുടെ പ്ലേയിംഗ് 11-ൽ KL രാഹുലിന് പകരക്കാരനായിരിക്കും അദ്ദേഹം എത്തുക. മത്സരത്തിൽ 6-ാമതായി KS ഭരത് ഇറങ്ങും. ബൗളിംഗിൽ സ്പിന്നിൽ രവീന്ദ്ര ജഡേജയ്ക്ക് പകരം വാഷിംഗ്ടൺ സുന്ദർ എത്തും. കൂടാതെ സുന്ദറിനോടൊപ്പം അക്സർ പട്ടേൽ, രവിചന്ദ്രൻ അശ്വിൻ എന്നിവരും ഉണ്ടാകും. രവീന്ദ്ര ജഡേജയുടെ അഭാവത്തിൽ അക്സർ പട്ടേലിനാണ് വലിയ ഉത്തരവാദിത്തം. ഇടംകൈയിൻ സ്പിന്നർ അക്സർ പട്ടേലിന് ബാറ്റിംഗ് ഓർഡറിലും ബൗളിംഗ് വിഭാഗത്തിലും ഒരു സ്ഥാനം ഉയർത്തും. പേസ് അറ്റാക്കിന്റെ നായകൻ എന്ന നിലയിൽ ജസ്പ്രീത് ബുംറ ഉണ്ടാകും. ബുംറയ്ക്കൊപ്പം ഫാസ്റ്റ് ബൗളിംഗ് ആക്രമണത്തിന് രൂപം നൽകാൻ മുഹമ്മദ് സിറാജും ഉണ്ടാകും. രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചുവരും എന്ന് ഉറപ്പാണ്. മത്സരത്തിൽ തങ്ങളുടെ പഴയ ഫോം വീണ്ടെടുക്കാൻ ആകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.